2025 നവംബർ 1 മുതൽ ബാങ്കിംഗ്, ജിപേ, ക്രെഡിറ്റ് കാർഡ് എന്നിവ വഴിയുള്ള ഇടപാടുകൾ മാറുന്നു. 1 മുതൽ ബാങ്കിംഗ്, ആധാർ, പെൻഷൻ, ജിഎസ്ടി എന്നിവയിൽ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത്. ദൈനംദിന ബാങ്കിംഗ് സേവനങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും നികുതി ഫയൽ ചെയ്യുന്നത് തുടങ്ങിയവയെ അടക്കം ബാധിക്കുന്നതാണ് വരാനിരിക്കുന്ന ഈ മാറ്റങ്ങൾ. അടുത്ത മാസം മുതൽ ഒരു അക്കൗണ്ടിലേക്കോ ലോക്കറിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത കസ്റ്റഡിയിലേക്കോ 4 പേരെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബാങ്കിംഗ് മേഖലയിലെ മാറ്റം. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ലഭിക്കാൻ ഈ മാറ്റം സഹായിക്കും. പിന്നീടുണ്ടാകാനിടയുള്ള നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കാൻ നോമിനികളെ ചേർക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള പ്രക്രിയയും കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. ചില ക്രെഡിറ്റ് കാർഡുകളുടെ പേയ്മെന്റ് ചാർജുകളിലും അടുത്ത മാസം ആദ്യത്തോടെ മാറ്റം വരും. തേർഡ് പാർട്ടി ആപ്പുകൾ വഴി നടത്തുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾക്കും 1000-ന് മുകളിലുള്ള വാലറ്റ് ടോപ്പപ്പുകൾക്കും 1% ഫീസ് ബാധകമാകുന്നതാണ് പുതിയ മാറ്റം. പുതുക്കിയ ഫീസ് ഘടനകൾക്കായി കാർഡ് ഉപയോക്താക്കൾ തങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാറിൽ പൗരന്മാരുടെ ജനനതീയതി, പേര്, വിലാസം, മൊബൈൽ ഫോൺ നമ്പർ എന്നിവ ഓൺലൈൻ വഴി അനുബന്ധ രേഖകൾ ഇല്ലാതെ തന്നെ പുതുക്കാം എന്ന മാറ്റമാണ് UIDAI അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേറ്റുകൾ നടത്തുന്നതിന് ആധാർ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി വരും. പുതിയ ഫീസ് ഘടന പ്രകാരം നോൺ ബയോമെട്രിക് സേവനങ്ങൾക്ക് 74 രൂപയും ബയോമെട്രിക് അപ്ഡേഷനുകൾക്ക് 125 രൂപയുമാണ് ഈടാക്കുക. പെൻഷൻ അർഹരായവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിരമിച്ചവർക്കുള്ള പെൻഷൻ വിതരണം സമയബന്ധിതമായി നടപ്പിലാക്കാൻ വിരമിച്ചവർ നവംബർ 1-നും 30-നും ഇടയിൽ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതേസമയം ദേശീയ പെൻഷൻ സംവിധാനത്തിൽ നിന്നും ഏകീകൃത പെൻഷൻ സംവിധാനത്തിലേക്ക് മാറാനുള്ള സമയപരിധി 2025 നവംബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. അടുത്ത മാസത്തോടെ GST സംവിധാനത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തും. നവംബർ 1 മുതൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ ലളിതമായ രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരും. NDA സർക്കാർ പ്രഖ്യാപിച്ച 2 സ്ലാബുകളിലേക്കുള്ള മാറ്റവും നവംബറോടെ പൂർണ്ണമായും നടപ്പിലാവും. 5%-വും 18%-വും എന്ന നിലയിലേക്കാണ് നികുതി സ്ലാബുകൾ മാറുന്നത്. ആഡംബര വസ്തുക്കൾ, പുകയില, മദ്യം തുടങ്ങിയവയ്ക്ക് 40% നിരക്ക് ബാധകമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.